ജീവിതം നശിപ്പിക്കുന്ന ഒരു കള്ളൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ആ കള്ളനെ പിടിക്കും, പോലീസിൽ ഏൽപ്പിക്കും, ശരിയല്ലേ? ആ കള്ളൻ നിങ്ങളുടെ കൈകളിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, അത് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നിങ്ങളുടെ മൊബൈലിനകത്ത് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതെടുത്തിട്ട് നിങ്ങൾ നോക്കണം, നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂറാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്ന്. ചിലർ 2 മണിക്കൂർ, 6 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ. മക്കളെ, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയമെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഇലോൺ മസ്കിനും നമ്മൾക്കും എല്ലാവർക്കും ഒരുപോലെ ദൈവം തന്നിട്ടുള്ളൊരു കാര്യമാണ് സമയമെന്ന് പറയുന്നത്. ആ വാല്യുബിൾ ആയിട്ടുള്ള സമയത്തെ നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്ത് അനാവശ്യമായിട്ട് നമ്മൾ സമയം ചിലവാക്കിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്ത് കാര്യം? ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. 365 ഡേയ്സ് ഓഫ് മോർണിംഗ് മോട്ടിവേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. പലരും എന്ത് ചെയ്യും? അതിന്റെ പുറകെ അങ്ങ് പോകും. അതിന്റെ പുറകെ പോയി പിന്നെ അടുത്ത വീഡിയോ കണ്ട് അങ്ങനെ അങ്ങ് പോകും. എത്ര പേർക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ പറ്റും? ഫുള്ള് കാണാൻ പറ്റുന്നവര് ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റിൽ ടീച്ചർമാർ ഞാൻ ഫുൾ വീഡിയോ കണ്ടു എന്ന് രേഖപ്പെടുത്തുക. കാര്യം പലർക്കും ക്ഷമയില്ല. അവര് 2 മിനിറ്റ് കാണും, 3 മിനിറ്റ് കാണും, സ്കിപ്പ് ചെയ്ത് കാണും, 2x ഇട്ട് കേൾക്കും അല്ലെങ്കിൽ കാണും. ആ രീതിയിൽ, അതായത് നമുക്ക് നല്ല കാര്യങ്ങൾ, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, രാവിലെ ഒരു മോർണിംഗ് മോട്ടിവേഷൻ, ഒരു കപ്പ് ചായയും എടുത്തുകൊണ്ട് വന്നിരുന്ന് പിന്നെ മൊബൈൽ ഫോൺ എടുത്തു വെച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്തു വെച്ച് ടീച്ചർമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ എത്ര പേർക്ക് പറ്റും? മൊബൈൽ ഫോണിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്ന കാര്യമായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ 5:30 മണിക്ക്, ഇന്ത്യൻ ടൈം 5:30 മണിക്ക് ടീച്ചർമാർ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാ? നിങ്ങളെല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണണം എന്നുള്ള അതിയായ ആഗ്രഹം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സിൽവർ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു സ്റ്റുഡൻറ്റ് എന്നോട് പറയുകയുണ്ടായി, ടീച്ചർമാ, കോടിക്കണക്കിന് രൂപ കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റാത്ത സന്തോഷം, സമാധാനം, സക്സസ് ആണ് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നും ലഭിച്ചത് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. ആ കുട്ടിയുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം എവറി സിംഗിൾ ഡേ ആ ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ലൈഫ് മാറി. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും മാറ്റം വരും. ദേഷ്യം വരത്തില്ല. നെഗറ്റീവ് മനുഷ്യരാണ് ദേഷ്യം വരികയും പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും വായി തോന്നിയത് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത്. ടീച്ചർമാർ എപ്പോഴും ശാന്തമായിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഈ മെഡിറ്റേഷൻ്റെയൊക്കെ പവർ കൊണ്ടാണ്. അപ്പം നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയത്തെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊടുത്ത് സമയം പാഴിക്കളയാതെ ആ സമയത്തെ നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുക. ദിവസേന 1 മണിക്കൂർ നമ്മളൊരു മെൻറ്റർ ജീവിതത്തിൽ വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പലരും പറയും പുസ്തകങ്ങൾ വായിച്ചുകൂടെ. നമ്മൾ ഒരു പുസ്തകം വായിക്കാനായിട്ട് മെനക്കെട്ട് പലരും ഇരിക്കത്തില്ല. ആ പുസ്തകം വായിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എത്ര പേര് പിന്നെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യും? ഞാൻ 100 കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ട് നേടിയ അറിവുകൾ, വിവിധ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കിട്ടിയ അറിവുകൾ, ഇതിനെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ രാവിലെ നിങ്ങൾ കാണുന്ന മോർണിംഗ് മോട്ടിവേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് മോട്ടിവേഷൻ ഉള്ളി. ക്ലാസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ അല്ല, അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഒരു വ്യക്തിയുടെ ജീവിതം 360 ഡിഗ്രി ചേഞ്ച് ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ലൈഫ് മാറും. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്യുക. ഞാൻ എൻ്റെ സമയത്തെ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ട് അത് കണ്ടതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ട്? കുറേ ടൈം പാസ് ചെയ്യാൻ പറ്റി.
ടൈം പാസ് വേണ്ട എന്നുള്ളതല്ല, ടൈം പാസ് ആവശ്യത്തിന് വേണം. ബാക്കിയുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ ഗോളിന് വേണ്ടി ഒരു ദിവസം മക്കളെ എത്ര സമയം ചെലവാക്കി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കളെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന് നിങ്ങളെ ഒരു കോടീശ്വരനാക്കാനും പറ്റും, അതുപോലെ ഒരു മനുഷ്യനെ തകർക്കാനും ഈ ഒരു മൊബൈൽ ഫോണിന് പറ്റും. പ്രശ്നം ഫോണിൻ്റെ അല്ല, അതുപയോഗിക്കുന്ന വ്യക്തിയിലാണ്. നിങ്ങൾ ആ മൊബൈൽ ഫോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നിങ്ങൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് കാണാനാണോ ഉപയോഗിക്കുന്നത്? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് അരുൺ എന്നായിരുന്നു. പഠിത്തത്തിൽ ബഹുമിടുക്കൻ. അങ്ങനെ അവന് +2 കഴിഞ്ഞ് ഡോക്ടർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. +2 ആയപ്പോൾ അവൻ്റെ അച്ഛൻ അവനൊരു മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ചെയ്തു. അതോടെ അവൻ്റെ ജീവിതം തന്നെ മാറി. അവൻ ഇൻസ്റ്റഗ്രാമിൽ മെല്ലെ മെല്ലെ റീൽസ് കാണാൻ തുടങ്ങി. അപ്പോൾ ഒരു 5 മിനിറ്റ് കണ്ടപ്പം രസമുണ്ട്. കാര്യം മനസ്സിന് ഒരു എന്താ പറയുക, ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നുണ്ട്, ആ ഒരു ഡൊപാമിൻ കിട്ടുന്നുണ്ട്. അവൻ 5 മിനിറ്റ് റീൽസ് കണ്ടു, എന്നിട്ട് പഠിക്കാനിരുന്നു. പിന്നെ അടുത്ത ദിവസം അത് 7 മിനിറ്റായി, 10 മിനിറ്റായി. ഇത് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ആയി മാറുന്നത് അവൻ പോലും അറിഞ്ഞില്ല. പഠിക്കണം, കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. പഠിക്കുന്നതിനിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്ന. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജൊന്നും തുറന്ന് നോക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ഫോണൊന്നും എടുത്ത് നോക്കിയില്ലെങ്കിൽ പറ്റില്ല. അത് ഫോണിനോടുള്ള അഡിക്ഷനാണ്. പല പേരൻസും നമ്മുടെ ടീനേജ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരൻസ് പറയാറുണ്ട്, ടീച്ചറമ്മ എൻ്റെ മകന് ഭയങ്കര ഫോൺ അഡിക്ഷനാണ്. മക്കളെ, ഈ ഫോൺ അഡിക്ഷൻ എങ്ങനെ വന്നു? ആര് കൊടുത്തിട്ടാ ഫോൺ അഡിക്ഷൻ ആയത്? നമ്മൾ കുഞ്ഞുങ്ങൾക്കും ആവശ്യത്തിന് മാത്രം ഫോൺ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ടീച്ചറമ്മ പറഞ്ഞു വന്നത് അരുണിൻ്റെ സ്റ്റോറിയാണല്ലേ. അപ്പോൾ അങ്ങനെ അരുൺ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കണം, അടുത്ത ദിവസം പരീക്ഷയുള്ളപ്പോൾ പഠിക്കാം, കുറച്ച് കഴിഞ്ഞ് പഠിക്കാം, അങ്ങനെ നീട്ടി വെച്ചു. ലാസ്റ്റ് അവൻ്റെ മെയിൻ എക്സാം എഴുതിയപ്പോൾ, എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ അവൻ വിചാരിച്ചത്ര റിസൾട്ട് കിട്ടിയില്ല. അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവനേക്കാൾ വളരെ മുന്നിൽ പോയി. അവന് വിചാരിച്ചത്ര റിസൾട്ട് നേടാൻ കഴിഞ്ഞില്ല. ആരാണ് അവൻ്റെ സ്വപ്നത്തെ തകർത്തത്? മൊബൈൽ ഫോൺ ആണോ? അല്ല, അതിനെ ശരിയായ രീതിയിൽ അവൻ ഉപയോഗിച്ചില്ല. അതാണ് അവൻ്റെ സ്വപ്നങ്ങളെ തകർത്തത്. പിന്നീട് കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ വേദനിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? മക്കളെ, നമുക്കൊരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫാണുള്ളത്. ഈ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് ഈ ഭൂമിയിൽ ജീവിച്ച് പോകാൻ വന്നവരാണ് നമ്മൾ. നമ്മുടെ വാല്യൂബിളായിട്ടുള്ള സമയത്തെ വെറുതെ അതായത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യരുതെന്നോ മൊബൈൽ മോശമാണെന്നോ അല്ല ടീച്ചർമാർ പറഞ്ഞതിൻ്റെ അർത്ഥം. ആവശ്യത്തിന് യൂസ് ചെയ്യാം, നമ്മുടെ ബിസിനസ് വളർത്താനായിട്ട് യൂസ് ചെയ്യുക, നല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഈ മോട്ടിവേഷൻ വീഡിയോ കണ്ടാൽ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലാതെ നെഗറ്റീവ് വീഡിയോസ് പോയി ഇരുന്ന് കാണുക, ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വീഡിയോസ്, മോശം വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസ് പോയി അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്ത് നേടി? നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് എന്തൊരു സമാധാനം കിട്ടും. രാവിലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് സന്തോഷം. ടീച്ചർ, എനിക്ക് സമയമില്ലാത്ത സമയത്ത് ഈ സാരിയൊക്കെ എടുത്തെടുത്ത് ഞാൻ എന്തിനാ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ടീച്ചർമ്മ ചിരിച്ച് എൻ്റെ മക്കളെ എന്നൊക്കെ വിളിച്ച് സ്നേഹത്തോടെ, ഒരു അമ്മയുടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹം, ടീച്ചർമ്മ എന്നുള്ള വിളി, അതുതന്നെയാണ് ടീച്ചർമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം. മക്കളെ, ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല എന്ന് ടീച്ചർമ്മയ്ക്ക് അറിയാം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, മൊബൈൽ ഫോണ് നിങ്ങൾ ആവശ്യത്തിന് മാത്രം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ചിലരാണെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് യൂട്യൂബിൽ ഷോർട്സ് കണ്ട് അവസാനം അവർക്ക് തന്നെ ഫലപ്രാന്ത് എടുത്തിട്ട് ഫോൺ അവിടെ വെക്കും. ഫോൺ വെച്ചിട്ട് ഉറക്കത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തലയിലേക്ക് ഇട്ടുകൊടുക്കാതെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോൺ ഉപയോഗിക്കാനായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കും. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഓവറായിട്ട് മൊബൈൽ സ്ക്രോൾ ചെയ്ത് ഓവർലോഡഡ് ഇൻഫർമേഷൻ ആൾക്കാർക്ക് ഇങ്ങനെ തലയിലേക്ക് കുറേ ഇട്ടുകൊടുത്ത് ഇങ്ങനെ ആകെ ഒരു കിളിപോയ അവസ്ഥയിലിരിക്കുന്നതായിട്ട് പലരെയും നമ്മൾ കാണാറുണ്ട്. ഒരു മനുഷ്യൻ ഓൺ ആവറേജ് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു വർഷം അവൻ 1500 മണിക്കൂറാണ് അവൻ ഫോണിൽ സ്പെൻഡ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ആ സമയം കൊണ്ട് ഒരു പുതിയ ഭാഷ പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ഉയർച്ചയിൽ പോകാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുന്നത് നമ്മുടെ സമയത്തെയല്ല, നമ്മുടെ ശ്രദ്ധയാണ്, നിങ്ങളുടെ ഫോക്കസിനെയാണ്. ഫോക്കസ് പോയാൽ എല്ലാം പോയി. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഫോക്കസ് ഒന്നും ബിസിനസ്സിലേക്കല്ല, ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങളിൽ പോയി ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ബിസിനസ് ആ വഴിക്ക് പോകും. ശരിയല്ലേ? ശ്രദ്ധയല്ലേ പോകുന്നത്?
പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ ചോയ്സാണ്. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം, പോസിറ്റിവിറ്റി തിരഞ്ഞെടുക്കണോ നെഗറ്റിവിറ്റി തിരഞ്ഞെടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഫോണിൽ നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളും ഉണ്ട്. നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയം അതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യണം. നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നല്ല വീഡിയോസ് കാണുക, അതിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ആവശ്യമില്ലാതെ ടൈം, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പഴിക്കളയാതിരിക്കുക. അപ്പോൾ ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ചെക്ക് ചെയ്യുക. ഞാൻ ഒരു ദിവസം ആവറേജ് എത്ര മണിക്കൂർ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ വാല്യുബിൾ ടൈമിനെ എൻ്റെ ജീവിത വിജയത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ബുക്കിൽ എഴുതി വെച്ച് തീരുമാനമെടുത്ത് ഇനി മുതൽ അൺനെസസറി ആയിട്ടുള്ള സ്ക്രോളിംഗ് ഒഴിവാക്കി വേണ്ടത് മാത്രം. നിങ്ങൾ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? നന്മയുള്ള, സത്യസന്ധതയായിട്ട് ജീവിക്കുന്ന, ലോകത്തിന് നന്മ ചെയ്യുന്ന, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്താൽ നമ്മുടെ സ്വഭാവം അങ്ങനെ ഇരിക്കും. നേരെ മറിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന, മറ്റുള്ളവരെ മോശമാക്കി കാണിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവവും അതുപോലെ ഇരിക്കും. അതുകൊണ്ട് നല്ല വഴി തിരഞ്ഞെടുക്കാനായിട്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.